നമുക്ക് ഇന്നൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ക്യാപ്സിക്കം, 2 തക്കാളി, 5 സവോള, 3-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്. വായോ സ്റ്റാർട്ട് ചെയ്യാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് സവോള ഇടാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ്, അത് ചെറുതാക്കി അരിഞ്ഞാണ്. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോള അതിൽ കിടന്ന് വാടട്ടെ. സവോള മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1-1.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുന്നത്. നമ്മൾ ഈ ഇതിൽ കുരുമുളക് പൊടി കുറച്ച് ഇടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒന്ന് പയ്യൊന്ന് മൂക്കട്ടെ. മല്ലിപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കാം. തീ കുറച്ച് വെച്ചോളൂ കേട്ടോ. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ കരിയോ കഴിഞ്ഞപ്പോൾ തീ കുറച്ച് വെച്ചേക്കാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 3/4 ടീസ്പൂണൊക്കെ മതി, കൂടുതൽ ഇടണ്ട. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാനുണ്ട്. ഞാനിത് ഇട്ടതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് നല്ലതാണ്. ഈ തക്കാളി ഇടണേക്ക് വേണ്ടി നമുക്ക് ഇതാണ് ഇടാൻ, ഈ മൂത്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അല്ലെങ്കിൽ മറ്റേത് തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ശരിക്കും മൂത്ത് വരില്ല. അതുകൊണ്ട് ഇതൊന്ന് മൂത്തിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. ഇനി ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് കേട്ടോ. ഇത് നമ്മൾ അധികം സമയമൊന്നും വേണ്ട, എല്ലാവർക്കും ഇഷ്ടമാവും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പണിയാണ്. തക്കാളി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് ശരിക്കും വേവട്ടെ, വെന്ത് ഉടയട്ടെ ഇത് കിടന്നിട്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം. നമുക്ക് തക്കാളി സവോളയും കൂടുതലിട്ടാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുതൽ വരും കേട്ടോ. പറ്റുന്നവരൊക്കെ കൂടുതൽ തക്കാളി സവോളയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആക്കാൻ നോക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒരു നന്നായിട്ട് വഴണ്ടുണ്ട്, ഒക്കെ ഉടഞ്ഞുണ്ട് ചേർന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. നമുക്കധികം ഗ്രേവിയിൽ വയ്ക്കാണ്ടിരിക്കാൻ നല്ലത്. നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിളച്ചൊന്ന് റെഡി ആവട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ ഇടാം. ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെച്ചാൽ ക്യാപ്സിക്കം കൂടി അതിൽ ചേർത്ത് ഇളക്കാം. ക്യാപ്സിക്കം നമുക്ക് അധികം വേവണ്ട, അതിൽ തന്നെ കിടന്ന് വെന്തോളും. അധികം വേവാണ്ടിരിക്കാൻ നല്ലത്, നമുക്ക് കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി അധികം വേവാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. ഇനി നമ്മളിതിൽ മുട്ട ചേർക്കാൻ പോകണ്ട. മുട്ട നമ്മൾ പുഴുങ്ങിയല്ല ഇടണം, നമ്മൾ ഇതിൽ പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ.
അപ്പോൾ സാധാരണ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് വിതറി കൊടുക്കട്ടെ. ഒരു കുറച്ച് മതി. ഓരോ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ്, എന്നാലും ആ മുട്ടയിലൊരു ഉപ്പ് ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അത് അധികം വേവരുത്, ഒരു 75% വേവാവാനേ പാടുള്ളൂ മുട്ടയിൽ. അപ്പോൾ അങ്ങനെ വെന്താലാണ് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ മഞ്ഞക്കരുവിൻ്റെ മഞ്ഞ നിറമൊക്കെ മാറി ഏകദേശം വെള്ളമായിട്ട് വന്നിട്ടുണ്ട്, മൊത്തം വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. അതിൻ്റെ ഉള്ളൊന്നും ശരിക്കും വെന്തിട്ടില്ല, എന്നാലും ഇതാണ് അതിൻ്റെ ഒരു പാകം. ടേസ്റ്റായിട്ട് വരുന്ന ഒരു പാകം ഇതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എല്ലാവരും, എന്നാലാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇടാം കേട്ടോ. അത് ഇത്തിരി കൂടി ടേസ്റ്റ് വരും. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അത്യാവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിവിടെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് എല്ലാവർക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.